പർച്ചേസ് ബുക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെറ്റി ക്യാഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എന്തിനാണ് പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ സ്ഥാപനത്തിൽ നടത്തുന്ന ക്രെഡിറ്റ് പർച്ചേസുകൾ റെക്കോർഡ് ചെയ്യാൻ, അത് രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി മാത്രമാണ് പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം ക്യാഷ് പർച്ചേസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എവിടെയാണ്? ക്യാഷ് ബുക്കിലാണ്. അതുപോലെ ക്രെഡിറ്റ് പർച്ചേസ് എൻ്റർ ചെയ്യാനുള്ള ഒരു റെക്കോർഡാണ് പർച്ചേസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ഡേ ബുക്ക് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഈ ഒരു ഫോർമാറ്റിലാണ് പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് നമുക്കിതിനൊരു ഹെഡിങ് കൊടുക്കാം, പർച്ചേസ് ഡേ ബുക്ക് ഓഫ് ഏത് കമ്പനിയാണെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കാം. പിന്നെ ആദ്യത്തെ കോളത്തിൽ ഡേറ്റ്, രണ്ടാമത്തെ കോളത്തിൽ നെയിം ഓഫ് ദ സപ്ലയർ. എന്താണ് അക്കൗണ്ട്സ് ടു ബി ക്രെഡിറ്റ്, അത് ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടാണ്. അതായത് നമുക്ക് ആരാണോ ക്രെഡിറ്റിന് സാധനം സപ്ലൈ ചെയ്യുന്നത് ആ സപ്ലയറുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇൻവോയ്സ് നമ്പർ ഉണ്ടായിരിക്കും, ഒരു ബില്ല് അവർ തരും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ നമ്പർ കൊടുക്കുക, LF, പിന്നെ ടോട്ടൽ എമൗണ്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് പർച്ചേസ് ഡേ ബുക്കിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ട്രാൻസാക്ഷൻ നോക്കാം. അതേസമയം നമ്മൾ ക്രെഡിറ്റിന് ഏതെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പർ എന്ന ബുക്കിലാണ്. അതിവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും ട്രാൻസാക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ഡേ ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിന് മനസ്സിലാക്കാം. 2005 ജനുവരി 1 ബോർഡ് ഓഫ് ബി രത്നം കാലിക്കറ്റ്, ഇതാണ് കമ്പനിയുടെ പേര്. എന്തൊക്കെ ഐറ്റംസ് ആണ്? 2 ഐറ്റംസ് ആണ് ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 100 kg ഓഫ് ഷുഗർ അറ്റ് 4.5 per kg. 100 കിലോഗ്രാം ഷുഗർ വാങ്ങിയിട്ടുണ്ട്. എത്രയ്ക്കാണ്? 4.50 കിലോഗ്രാമിന്. അതെങ്ങനെ എൻ്റർ ചെയ്യുന്നത് നോക്കാം. മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ ഫോർമാറ്റിൽ തന്നെ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോർമാറ്റ് ആദ്യത്തെ കോളത്തിൽ ഡേറ്റ് 2005 ജനുവരി 1 ബി രത്നം കാലിക്കറ്റ്. 100 kg ഓഫ് ഷുഗർ അറ്റ് 4.5 per kg. എത്ര വരും? 100 × 450 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 450 റുപ്പീസ് ഇവിടെ കിട്ടും. ഓക്കെ. രണ്ടാമത്തെ ഐറ്റം 50 kg ടീ. എത്രയാണ്? 14.50 per kg. 50 കിലോഗ്രാം ടീ പർച്ചേസ് ചെയ്തു, 14.50 kg. അത് നമ്മളിവർക്ക് എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കാം. രണ്ടാമത്തെ ഐറ്റമായിട്ട് കൊടുക്കുക 50 kg ടീ അറ്റ് 14.50 per kg. എത്ര കിട്ടും? 725. അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക. വേറെ ഒന്നും നമ്മൾ ഈ പാർട്ടിയുടെ കയ്യിൽ നിന്ന് അന്നേ ദിവസം വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1175 കിട്ടും. ഇനി നമുക്ക് നോക്കാം അടുത്തത് എന്താണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 4%. 4% ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. എങ്ങനെ? നമുക്കറിയാം 1175 ടോട്ടൽ കിട്ടി. 4% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 1175 × 4 ഹരിക്കണം 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 47 കിട്ടും. അപ്പോൾ ഈ എമൗണ്ടിൽ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? ഇൻവോയ്സ് നമ്പർ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ 1175 നിന്ന് 47 ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ 1128 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ എൻട്രി ജനുവരി 7 പർച്ചേസ് ഫ്രം അരുൾ ജ്യോതി ട്രേഡേഴ്സ് കൊച്ചിൻ 10 bags ഓഫ് റൈസ് അറ്റ് 150 per bag ആൻഡ് ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 5%. 10 ബാഗ് റൈസ് മേടിച്ച് എത്ര? 150 രൂപക്കാണ് മേടിച്ചത്. 5% ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. 7-ാം തീയതി അരുൾ ജ്യോതി ട്രേഡേഴ്സ് കൊച്ചിൻ 10 × 150 എത്ര? 1500 വരും. 5% ഡിസ്കൗണ്ട്. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 1500 × 5 ഹരിക്കണം 100. 100ലേക്കാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ 75 കിട്ടും. 1500 75 കുറച്ച് കഴിഞ്ഞാൽ 1425 കിട്ടി. ഓക്കെ. 11-ാം തീയതി ബോർഡ് ഓഫ് സി രാജൻ മദ്രാസ് 50 ബാഗ് എന്ത് മേടിച്ചു? വീറ്റ് മേടിച്ചു. 100 per bag. അപ്പോൾ 50 × 100 എന്ന് വരും. അപ്പോൾ എത്ര വരും? 5000 വരും. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. എത്ര? 5000ൻ്റെ 10% എത്ര വരും? 5000 × 10 ഹരിക്കണം 100 എന്ന് പറയുമ്പോൾ 500 വരും. 500 വരുമ്പോൾ നമുക്കറിയാം 11 ഡേറ്റ് കൊടുത്തിട്ട് 5000 - 500 4500 ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. 18-ാം തീയതിയിലേക്ക് വരുമ്പോൾ ഡി കുര്യൻ തൃശ്ശൂർ എന്ന കമ്പനിയിൽ നിന്ന് 15 ചെസ്റ്റ് ഓഫ് ടീ. അതിൽ ഓരോന്നിലും 30 പീസ് ആണുള്ളത്. അതിൽ ഒന്നിന് വരുന്നത് 5 രൂപയാണ്. ഇങ്ങനെ വരുമ്പോൾ 30 × 5 കൊടുക്കുക. ഓരോന്നിനും 5 രൂപയാണ്. അങ്ങനെയെങ്കിൽ 30 ഐറ്റത്തിന് എത്ര വരും? 150 വരും. 150 × 15 കൊടുക്കുക. കാരണം 15 ചെസ്റ്റ് ഓഫ് ടീ ആണ്. അതിൽ ഓരോന്നിലും ഓരോ ചെസ്റ്റിലും 30
ആണുള്ളത്. ഒരു ക്വാണ്ടിറ്റിക്ക് 5 എങ്കിൽ ആദ്യം ഒരു ചെസ്റ്റിൽ എത്രയുണ്ടായിരിക്കും? 30 എണ്ണത്തിനുള്ള വില എത്രയാണ്? 5 വെച്ചിട്ട് 5 × 30 150. 150 × 15 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എമൗണ്ട് കിട്ടും. ഇവിടെ ഡിസ്കൗണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ 150 × 15 150 × 15 കൊടുക്കുമ്പോൾ 2250 കിട്ടും. ഇന്നർ കോളത്തിൽ 2250 കൊടുക്കുക. ടോട്ടൽ എമൗണ്ട് എത്രയാണോ ഫൈനൽ എമൗണ്ട് അത് തന്നെ 2250. 22-ാം തീയതി വരുമ്പോൾ പർച്ചേസ് ഫ്രം ഡേവിഡ് ആൻഡ് കമ്പനി പാലക്കാട് എത്രയാണ്? 2 items ആണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത്. 15 tins ഓഫ് ബിസ്ക്കറ്റ് അറ്റ് 75 per tin, 10 tins ഓഫ് സ്വീറ്റ്സ് അറ്റ് 60 per tin. നമുക്കത് പോസ്റ്റ് ചെയ്യുമ്പോൾ 15 × 75 വരുന്നത് 1125 ആണ്. ഇനി 10 × 60 വരുമ്പോൾ 600 വരും. അതിൽ ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1725 ആണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? 31-ാം തീയതി നമ്മുടെ അവസാനത്തെ എൻട്രിയാണ്. 31-ാം തീയതി ദിവാകർ ആൻഡ് കമ്പനി സേലം 300 kg sugar at 3.5 per kg and 150 kg coffee at 11.50 per kg. അപ്പോൾ ഈ 2 items ആണ്, ഷുഗറും കോഫിയുമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. നമുക്ക് എങ്ങനെ വിശദമായിട്ട് അത് എൻട്രി ചെയ്യാം? 300 × 3.50 എന്ന് വന്നാൽ 1050 കിട്ടും. അതേപോലെ 150 × 11.50 വന്നാൽ 1725 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2775 ആണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത്. അതിൽ ട്രേഡ് ഡിസ്കൗണ്ട് എത്ര? 277.50 കിട്ടും. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇന്നർ കോളത്തിൽ ഇത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മെയിൻ കോളത്തിൽ 2497.50. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 13,525 രൂപ 50 പൈസ. ഇതാണ് നമ്മുടെ പർച്ചേസ് ബുക്കിൻ്റെ ടോട്ടലുകൾ. ഇനി അഥവാ ചില കേസിൽ നിങ്ങളോട് പറയുകയാണ് സെയിൽസ് ടാക്സ് എക്സ്ട്രാ എന്നുണ്ടാവും. ST എക്സ്ട്രാ 2% 3% എന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം? ഈ ഡിസ്കൗണ്ട് കുറച്ച എമൗണ്ട്, ചില കേസിൽ ഡിസ്കൗണ്ട് വരുന്നത് നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് കുറച്ചിട്ട് ആ സെയിൽസ് ടാക്സിൻ്റെ എമൗണ്ട് എത്രയുണ്ടോ ആ എമൗണ്ട് അതിനോട് കൂടെ ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കുറച്ചപ്പോൾ കിട്ടിയത് 4500 ആണെങ്കിൽ സെയിൽസ് ടാക്സ് എക്സ്ട്രാ എത്ര 5% ഉണ്ട് എന്നുണ്ടെങ്കിൽ 4500 × 5 ഹരിക്കണം 100 എന്ന് കൊടുത്തിട്ട് ആ കിട്ടുന്ന എമൗണ്ട് ടോട്ടലിനോട് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മതി. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.